ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ ഇന്ന് എനിക്ക് വല്ലാത്ത തലകറക്കവും തലവേദനയും ഒത്തിരി ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി BP ചെക്ക് ചെയ്തായിരുന്നു. BP ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ഒരുപാട് ലോ ആയിപ്പോയി BP. എനിക്ക് ഡെലിവറിക്ക് ശേഷമാണ് BP ഇങ്ങനെ ലോ ആകുന്നത്. എപ്പോഴും അതിന് മുമ്പ് എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ഡെലിവറിക്ക് ശേഷം എനിക്ക് BPക്ക് എപ്പോഴും വേരിയേഷൻസ് വരാറുണ്ട്. അപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞത് BP കുറവുള്ളവർ മെയിനായിട്ട് കഴിക്കേണ്ട ഭക്ഷണത്തിനെ കുറിച്ചാണ് എന്നോട് പറഞ്ഞത്. നമുക്ക് തലകറക്കം ഇത് തോന്നിയാൽ മെയിനായിട്ടൊരു തെർമോമീറ്റർ അല്ല, നമുക്ക് എന്നാ BP നോക്കുന്ന മെഷീനില്ല, അത് വാങ്ങിച്ച് വെക്കുക. അത് വാങ്ങിച്ച് വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ചിലപ്പോൾ നമ്മൾ BP കുറഞ്ഞു ആണെന്നോർത്തിരിക്കും. അങ്ങനെ ഉപ്പിട്ട് ഒത്തിരി നാരങ്ങ കഴിച്ച് കഴിഞ്ഞ് ചിലപ്പോൾ BP ഹൈ ആവാൻ ചാൻസ് ഉണ്ട്. ഹൈ ആകുന്നതാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ജഡ്ജ് ചെയ്യാതെ വേഗം ഡോക്ടറിനെ കാണിക്കണം, അല്ലെങ്കിൽ ഈ മെഷീൻ വെച്ചൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. എനിക്ക് അങ്ങനെയായിരുന്നു അബദ്ധം പറ്റിയത്. എനിക്ക് BP കൂടുതലാന്ന് ഓർത്തിരുന്നു. കാരണം അതിന് ഉപ്പൊക്കെ ഇപ്പോൾ എനിക്ക് BP കുറവായതുകൊണ്ട് ഉപ്പ് ഇച്ചിരി കൂട്ടി ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് BP കൂടുതലായിരിക്കുമെന്നായിരുന്നു ഞാൻ ഓർത്തത്. പക്ഷെ എനിക്ക് BP കുറവ് തന്നെയായിരുന്നു. അപ്പോൾ ഒരിക്കലും നമ്മൾ ഇങ്ങനെയൊക്കെ തോന്നിയാൽ സ്വന്തമായിട്ട് ചികിത്സിക്കാതിരിക്കാൻ നോക്കുക, വേഗം ഹോസ്പിറ്റലിൽ പോകാൻ നോക്കണം. എനിക്കിപ്പോൾ അങ്ങനത്തെ ഒരു അബദ്ധം വന്നു, അതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം. വേറെ ഒത്തിരി വീഡിയോസ് ഉണ്ട്, അതൊക്കെ ഒന്ന് കാണണം, കണ്ടെന്നെ സപ്പോർട്ട് ചെയ്യണം. കുഞ്ഞിപ്പോൾ ഉറക്കത്തിലായതുകൊണ്ടാണ് കുഞ്ഞ് വരാത്തല്ലേ. കുഞ്ഞ് വന്ന് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഓക്കെ, ബൈ.